ഈ സീരിയലിൽ ഇങ്ങനെ സോക്കോൾഡ് ഓവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പകുതി ആമക്കിയാണ് അഭിനയിക്കാറ്. അത്രയും ഇല്ലേ? ഒന്ന് പുകഴ്ത്തി പറയന്നെ. അധികം ഭയങ്കര കണ്ണു കുഴപ്പിക്കാതൊക്കെ. അയ്യോ എന്നെ ഇത് കണ്ടിട്ട് എന്നെ ആരെങ്കിലും വിളിക്കാതിരിക്കോ, അങ്ങനെ അതൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ. നമ്മളെ ക്യാരക്ടർ ചെയ്യുമ്പോ ക്യാരക്ടറായിട്ട് നിൽക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തത് ഓവർ ആകുമോ, അവരെന്തെങ്കിലും വിചാരിക്കുവോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആയി സംശയങ്ങൾ കൂടുതലാണല്ലേ. ഓവർ ഇടാൻ പറഞ്ഞാൽ അല്ല, ആൻസർ ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ട നമ്മൾ വരെ മറന്നു പല കാര്യങ്ങളും. എന്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് നിനക്ക് സംശയങ്ങൾ കൂടുതലാണെന്ന് ഞാൻ എനിക്ക് സംശയം. സംശയമുള്ളവര് ബുദ്ധിയുള്ളവരല്ലേ സംശയമുള്ളവര് അല്ലെ? ചോദ്യങ്ങൾ ചോദിക്കുന്ന ബുദ്ധിയുള്ളവരാണ്. അതെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലോ. അത് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എല്ലാ കാര്യത്തിലും ചോദ്യം ചോദിക്കുന്നേ, എല്ലാ കാര്യത്തിലും ചോദിക്കും. അപ്പം തന്നെ ദേഷ്യപ്പെട്ടവൻ എണ്ണിച്ചു പോകും. ഞാൻ അയച്ചു പോകും. നിനക്ക് വേറെ പണിയില്ല, ഞാൻ അയച്ചു പോകുന്നു പറയും. അതായത് ചെറിയ കാര്യമായിരിക്കും, അതെന്താണ് അതങ്ങനെ, അതങ്ങനെ അല്ലാണ്ടായിരുന്നല്ലോ, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട്. സോ എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക്. അതെന്താണ്, അതെന്താണ്, അതെന്താ അങ്ങനെ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും സംശയമുണ്ട്. ഈ മകൻ ഈ വില്ലത്തിയെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നതിനോട് അമ്മ എന്നുള്ള രീതിയിൽ എന്താ അഭിപ്രായം? അയ്യോ, അവനൊന്നും കാണുന്നില്ലല്ലോ. സീരീസിന്റെ പുറകെ അവൻ ഭയങ്കര എന്തോ അവനെ കുറിച്ച് പറയാ. അപ്പൊ ഒന്നാമത് അധികം മലയാളം അറിയത്തില്ല. അതുകൊണ്ട് അവൻ അതൊന്നുമില്ല. അപ്പൊ മൈ മദർ ആക്ടിങ് ഇൻ പത്രമാറ്റ സീരിയൽ, ഷീസ് ആൻ ആക്ട്രസ്, അതൊക്കെ അവൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും. ഈ മദർഹുഡ് അറ്റൈൻ ചെയ്തതിന് ശേഷം ആളുകള് കരിയറിലേക്ക് ആക്ടിങ്ങിലേക്ക് വരുന്നത് വിരളാണ് നമ്മുടെ സിനിമയുടെ അകത്ത്. അത് കുറച്ച് ബ്രേക്കായി വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രമേ ഉള്ളത്. അതെ, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അതാണ് നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോ മലയാള ഇൻഡസ്ട്രിയിൽ സീരിയൽ അത്രയും ഒരു ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഹിന്ദി സീരിയലൊക്കെ സിനിമ പോലല്ലേ അല്ലേ? ഓർണമെന്റ്സും അതും ഇതും. പ്രത്യേകിച്ച് പറയണ ഈ നാഗിൻ അങ്ങനെയൊക്കെ സീരിയൽ കണ്ട ഇങ്ങനെ ബ്രഹ്മാണ്ഡമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സിനിമ, ഒരു എഫക്ട്, അവരുടെ പാറ്റേൺസ് അങ്ങനെയാണ്. വിളിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടോ? ഞാൻ സ്വപ്നം കാണും. സ്വപ്നത്തിന് ലിമിറ്റ് ഇല്ലല്ലോ. മാനിഫെസ്റ്റ് ചെയ്യാൻ വെളുപ്പിന് വരെ അതിനെ കുറിച്ചിരുന്ന് ആലോചിക്കുക. എനിക്ക് അവാർഡ് കിട്ടുന്നതും അതും ഇതും. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. സ്മിത, നീ സ്മിതയായിട്ടില്ല സ്മിത, നീ ഫാന്റസി ഗേൾ ആണ് പലപ്പോഴും. അതായത് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞാൻ സിൻഡ്രല്ല, ഭയങ്കര ഫാന്റസി ആണ്. എനിക്ക് ഫാന്റസി ഇല്ല, ഞാൻ വളരെ റിയൽ ആണ്. പോയെ, ഫാന്റസി അല്ല, നമ്മൾ അങ്ങനെ ആലോചിക്കണം. ഇമാജിനറി വേൾഡ് വളരെ നല്ലതാണ്. റിയൽ വേൾഡ് ചിലപ്പോൾ ബോറിംഗ് ആയി തോന്നിയേക്കും, പറയാൻ പറ്റില്ല. ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ മനസ്സിലാക്കിയത് ഈ നീ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഷോൾഡർ. അപ്പൊ അതും ഈ ഡാൻസ് അതെങ്ങനെ കോപ്പ് ചെയ്യുന്നത്? ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ വയ്യാണ്ട് കണ്ടീഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് എനിക്ക് ആക്സിഡന്റ് ആയതാണ്. ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് റൈറ്റ് ഷോൾഡർ പോയി, അതായത് ഡിസ്ലൊക്കേറ്റ് ആയി ഇരുന്നതാണ്. അപ്പം അതുപോലെ ഈ ലെഫ്റ്റ് ഷോൾഡർ വന്നിട്ട് എനിക്ക് ടൂ വീലറിൽ പോയപ്പോൾ ഒരു അമ്മ ക്രോസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ ഓപ്പോസിറ്റിൽ വേറെ വണ്ടി വന്നപ്പോൾ അമ്മ റിവേഴ്സിലേക്ക് വന്നു. അപ്പം അമ്മ ഇടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ വണ്ടി സ്കിഡായി വീണിട്ട് ഞാൻ ഈ കൈ കുത്തിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ തെറ്റിയിട്ട് പുറകിലോട്ടായി പോയി കൈ ഇങ്ങനെ. ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിൽ വെച്ചിട്ട്. അപ്പം ഇത് അങ്ങനെ ഈ ഓട്ടോയിൽ ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ട് പോയത്, എന്നെ ഇങ്ങനെയാ കെട്ടിക്കൊണ്ടുപോയത് ഓട്ടോയിൽ ഇങ്ങനെ. സോ വൺസ് നമുക്ക് ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡിസ്ലൊക്കേറ്റഡ് ആവാം. അതാ പറഞ്ഞ ഇന്നലെയും എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബോട്ടിൽ ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയതാ, ദൂരെയുള്ള ഒരു ബോട്ടിൽ ഇങ്ങനെ എത്തിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് ടക്കുന്ന സൗണ്ട് ഇത് തിരിഞ്ഞു പോയി കൈ. ആംബുലൻസ് ഒക്കെ വന്നു ഇന്നലെ അവിടെ. അപ്പം ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അക്രമം വന്ന് വീഴും. ഒരാൾക്ക് കയ്യാണ്ട് ആംബുലൻസ് വന്ന് ഇത്ര ആവേശത്തോടുകൂടി ഒന്നും ഈ ഇന്റർവ്യൂക്ക് വരുന്നതിന് മുമ്പ് അവള് വീട്ടിൽ ഞാൻ പോയിട്ട് വന്നപ്പോഴും എനിക്ക് വയ്യ, എനിക്ക് പെയിൻ ചിരിക്കുന്നവള്. നമ്മൾ അങ്ങനെ ചെയ്യണോ? അവരുടെ വേദന എന്നാലേ ആര് വീണാലും ഞാൻ കിടന്ന് ചിരിക്കും, അവരെ പിടിച്ച്. ഇതെങ്ങനെ ഡാൻസിനൊന്നും ബാധിക്കില്ല? ഇല്ല,
ഡാൻസിൽ അതാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഈ ചില സമയത്തേ ഉള്ളൂ ഇത് എനിക്ക് ഒന്ന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു സാധനം വന്ന് വീണിട്ട് പിന്നെ അത് ഇളകണമെങ്കിൽ അത് പ്രോപ്പർ അവൻ ഇത് ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞു വെച്ചാല് ശ്രദ്ധിക്കുക, ഇനിയും കാരണം അത് ചാൻസസ് കൂടുതലാണ്. ഒരിക്കൽ സ്ലിപ്പായി കഴിഞ്ഞാൽ അത് വീണ്ടും സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അതാ പറഞ്ഞത്, ഇതൊന്നും ഇപ്പൊ എനിക്കൊരു നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്നെ ബാധിക്കണമെന്നില്ല. വേദന ഉണ്ടെങ്കിലും ഇല്ല. ഇപ്പൊ എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ട് ഉണ്ട്. പക്ഷെ ഇതെന്ന് ചിലപ്പോൾ ആലോചിക്കുന്നില്ല. വേദന ഉണ്ടാവും, അതൊന്നും ഞാൻ ചിലപ്പോൾ അത് ആലോചിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ അഭിനയിക്കുന്ന ഒരു സീരിയലിന്റെ കഥ എത്രമാത്രം നിങ്ങൾക്ക് അറിയുണ്ടാവും? ഇപ്പൊ അറിയില്ല. ആദ്യം റീമേക്ക് ആയിരുന്നു. ബംഗാളി സീരിയലിന്റെ ആണ്. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. തമിഴ്, കന്നഡ, തെലുങ്ക്. ഞങ്ങളിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീൻ വൈസേ അല്ല. ചിലപ്പോ ഇപ്പൊ ഒരു സീൻ എടുക്കും. ഇപ്പൊ സീൻ നമ്പർ 230 250 എടുത്താ അടുത്ത സീൻ അഭിനയിക്കാൻ പോണത് 340 കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഓൺലൈൻ വരൂല്ലേ? ഓൺലൈൻ വരും, എല്ലാ മാസം ഓൺലൈൻ വരും. കഥ അറിയാം. പക്ഷെ ഓർഡർ ബേസ് അല്ല എടുക്കുന്നതെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്തത് എന്താണ്, ഇതിന് പ്രീവിയസ് എന്താണെന്നുള്ളത് നമുക്ക് അപ്ലൈ മനസ്സിലാവുള്ളൂ. അന്നേരം ജസ്റ്റ് അവര് പറഞ്ഞു തരും, ഇതാണ് ഇതിനു മുന്നേ ഉള്ളത്. ചില സമയത്ത് പറഞ്ഞു തരാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം അത്രയും കൺഫ്യൂഷൻ ആയി പോകും എന്താ എടുക്കുന്നത്. വേണം. കാരണം ഇല്ലേ, നമ്മളൊരു റിയാക്ഷൻ ഇട്ടിട്ട് അടുത്ത സീൻ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ചിലപ്പോ അത്രയും ഒരു ശക്തമായ റിയാക്ഷൻ നമ്മൾ ഇട്ട് കാണത്തില്ല. ചിലപ്പോ 2 ദിവസം കഴിഞ്ഞായിരിക്കും അതിനെ കണ്ടിന്യൂറ്റി എടുക്കുന്നത്. പക്ഷെ ആ ഫോഴ്സ് അവിടെ കൊടുക്കണമെന്നില്ല. ചിലപ്പോ നമ്മൾ കൊടുക്കൂല, ഡൗൺ ആയിപ്പോ ആദ്യം കൊടുത്തതിനേക്കാൾ. അപ്പൊ നിങ്ങൾ ഈ വാങ്ങിച്ച കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഒരു ഷെഡ്യൂൾ ഉള്ളത് ചിലപ്പോ അതിനകത്ത് 2-3 കോസ്റ്റ്യൂംസ് അടുത്ത ഷെഡ്യൂൾ വേണ്ടി കണ്ടിന്യൂറ്റിയും വരും. അതുകൊണ്ട് കൊളാബ് മേടിക്കാനും നമുക്ക് കുറച്ച് പാടാം. കാരണം ഇത് മേടിച്ച് നമ്മൾ തിരിച്ചു കൊടുത്ത സീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് നമുക്ക് തിരിച്ചു തരണം. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജ്വൽസ് ഒക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. സീരിയസ് ബിസിനസ് ആണ് ഇപ്പൊ സീരിയൽ. അയ്യോ, ഒരു ശക്കലൊന്നും മാറി കഴിഞ്ഞു. ഇവൻ നമ്മളും കണ്ടിന്യൂറ്റി ഓർക്കണം. ഇപ്പൊ രാവിലെ ഞാനൊരു സാരി ഉടുത്തു, പിറ്റേ ദിവസം ആ സാരി ഉണ്ട്. എന്റെ പൊട്ട് തൊട്ട് ഞാനാണ് എല്ലാം മാറ്റുകയും ചെയ്യും. പൊട്ടും ഹെയർ സ്റ്റൈലും ഇതെല്ലാം ഓർത്ത് വെക്കണം. എന്താ രണ്ടുപേരുടെയും ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ആഗ്രഹം, സ്വപ്നം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. സീരിയൽ തന്നെ സിനിമ വന്നാൽ ചെയ്യും. ഡാൻസിൽ കുറച്ചും കൂടി, ഞാൻ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ഭരതനാട്യം കുച്ചിപ്പുടി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഡാൻസിൽ കുറച്ചും കൂടി നല്ലത് വേണം. നിറയെ പ്രോഗ്രാംസ് ചെയ്യണം. ഡാൻസ് അതെന്റെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം. അത് അതിന്റെ ഓൺ കോമ്പോസിഷൻസ് ഒക്കെ ചെയ്യണം. ഓൺ കോമ്പോസിഷൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും പഠിച്ച് എനിക്ക് എല്ലാരും ചോദിക്കുക, അക്കു എന്താ പഠിപ്പിക്കാത്ത കുട്ടികളെ? എനിക്ക് ടീച്ചിങ് എന്നുള്ള സാധനം കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി വേണം. രണ്ടാമത് ടോളറൻസ് വേണം. കുട്ടികളെ ക്ഷമയോട് പഠിപ്പിക്കണം. പേഷ്യൻസ് വേണം. കാരണം കുട്ടി ഇങ്ങനെ കൈ പിടിച്ച്, ഇപ്പൊ നമ്മൾ പിടിച്ചിങ്ങനെ ഇരുത്തി കൊടുത്ത് കൊച്ച് അപ്പുറത്തിരുന്ന കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് അതൊക്കെ പെട്ടെന്ന്, അപ്പൊ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ പഠിക്കണം. അത് വേണം. ഞാൻ പെർഫോമറാണ്, ഞാൻ നല്ലൊരു ടീച്ചറേ അല്ല. ചിലപ്പോൾ ടീച്ചർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. ശോഭന മാമൊക്കെ ഇല്ലേ? ശോഭന മാം ഓൺ കമ്പോസിഷൻ ഉണ്ടാവും, ടീച്ചിങ് ഉണ്ട്, പെർഫോമറാണ്, എല്ലാം ആണ്. അതൊക്കെ ഒരു വലിയൊരു കഴിവാണ്. എൻ്റെ എപ്പോഴത്തെയും റോൾ മോഡൽ എപ്പോഴും ശോഭന മാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയും. മാമിന്റെ ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം വന്നാൽ ഞാൻ മിസ് ചെയ്യില്ല. നേരിട്ട് കണ്ട് സംസാരിച്ചു. പിന്നെ സംസാരിച്ചിട്ട് വെച്ചാൽ ഹായ് മാം അങ്ങനത്തെ ഉള്ളു. അല്ലാണ്ട് മാമിനെ കണ്ട് സംസാരിക്കില്ല. ഞാൻ മാമിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കില്ല. എന്ത് ഭംഗിയാ കാണാൻ. ഇന്നും അതിപ്പോഴും പറയാൻ പറ്റില്ല, എത്ര സുന്ദരിയാ. എനിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാമിന് എത്രയോ വർഷത്തിന് മുമ്പ് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഉർവശി ചേച്ചി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത് ദൂരദർശനിലാണ്. KP സുലത ആന്റിയുടെ ചെറുമകനായിട്ടാണ് ആദ്യം വരുന്നത് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ. എന്താ ഫ്യൂച്ചർ ആഗ്രഹങ്ങൾ? എൻ്റെത് നല്ല ക്യാരക്ടർ റോൾ ചെയ്യണം സിനിമയില്. പിന്നെ വേൾഡ് മുഴുവൻ കാണണം. ഈ ഇത്രയും മനോഹരമായ ഭൂമി മുഴുവൻ കാണണം. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 120 വർഷം വരെ ജീവിക്കണം. അതുകൊണ്ട് അതിന് ഇവരെല്ലാം എന്നെ കളിയാക്കും. അത്രയൊക്കെ ഉണ്ടാലും ഇതെല്ലാം കാണാൻ പറ്റും. അതെ അതെ, അത് സത്യം കേട്ടോ. അത് സത്യം.
ജോസഫേട്ട അങ്ങനെ സംഭവിക്കട്ടെ. അതെ അതെ, ആക്ച്വലി ഞാൻ പാവാണേലും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞാനൊരു ദുഷ്ടയാണെന്ന്. അല്ല, പലപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് സ്ക്രീനിലെയും ആക്ച്വൽ ലൈഫിലെയും രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആളുകളാവുക എന്നുള്ളത്. എന്നോട് പറയാം, നിനക്ക് നിന്നെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം, നിന്നെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ ഇഷ്ടം അല്ലേ, ഞാൻ എന്നെ എന്നെ ഇഷ്ടമാണ്. എല്ലാവരും പറയും സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിൽ കാണുമ്പം. അതും ഇതും എനിക്ക് ഒരു സംബന്ധവും ഇല്ല. രണ്ട് എന്റർടൈൻമെന്റ് എനിക്കും അഭിയായിട്ട് യാതൊരു സിമിലാരിറ്റീസ് ഒരിക്കലും ഇല്ല. ഓക്കെ ഓക്കെ. ജലജയായിട്ട് എന്തെങ്കിലും കാര്യത്തിലൊരു ബന്ധം? ഏയ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ജലജയും അബിയും ഒക്കെ ഇനിയും ആളുകൾ സ്വീകരിക്കട്ടെ, ആളുകളുടെ സ്വീകരണ മുറിയിലെ പ്രിയപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾക്ക് തുടരാൻ സാധിക്കട്ടെ, സിനിമാ സ്വപ്നങ്ങൾ സാധ്യമാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നേരത്തിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഇത്രയും ടൈം ഭയങ്കര ഞാൻ വന്നപ്പോ വിചാരിച്ചു എന്തൊക്കെ പറയും, എന്തൊക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ സാധാരണ ഞങ്ങൾ ഇന്റർവ്യൂവിന് വരും എന്തേലും ഇരുന്ന് പറയും, എടാ ഇന്ന് എന്തൊക്കെയായിരിക്കും, എന്തോ ഇന്ന് ഞങ്ങൾ ഒരു അക്ഷരം അല്ലെ ഒന്നും പറഞ്ഞില്ല, ഒന്നും കണ്ടില്ല, എടുത്തില്ല. നമ്മള് ഒരാള് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു സാധനം പറയുമ്പോ അത് ഓപ്പോസിറ്റ് ഒരാളുടെ കഴിവെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ചോദ്യം ചോദിച്ചാലോ അതൊരു പറഞ്ഞാൽ മാത്രമേ നമുക്ക് റിയാക്ട് ചെയ്യാനോ ആൻസർ ചെയ്യാനോ പറ്റുള്ളൂ. അത് ദേഷ്യമാവാം, സന്തോഷമാവാം, കോമഡി ആവാം, എന്താവാം. പക്ഷെ അത് നല്ലൊരു സട്ടിലായിട്ട് പോവാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം അതിന് താങ്കളോട് ഭയങ്കര ഒരു നന്ദിയുണ്ട്. നല്ല രീതിയിൽ ഇന്റർവ്യൂ നന്നായിട്ട് പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇത് കാണുന്ന പ്രേക്ഷകർ എല്ലാവരും കാണട്ടെ, കണ്ട് നിങ്ങളുടെ ചാനലും ഞങ്ങൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ നടന്മാരെ ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഓഡിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആക്ടേഴ്സിന് ഒരു ലൈഫില്ല. പണ്ട് പറയില്ലേ, നാടകം കാണാൻ ആളുണ്ടെങ്കിൽ നാടകക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഡിയൻസ് ഇല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഓഡിയൻസ് ഉണ്ടെങ്കിലല്ലേ സ്റ്റേജ് ഉള്ളൂ. ചിത്രം വരയ്ക്കാൻ പറ്റും, അങ്ങനല്ലേ? അതൊന്നും എനിക്ക് അത്ര ഭയങ്കര ഇലാബറേറ്റ് പറയുന്നില്ല. പഴഞ്ചൊല്ലൊന്നും ഇവരറിയില്ല. നീ പറഞ്ഞു നാടകം കാണാൻ ആൾ, അതല്ല, അതൊരു പഴഞ്ചൊല്ലല്ല. ഒരു തിയേറ്റർ എനിക്ക് മനസ്സിലായി. അതെ 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 അതെ. എന്താണ് പറയാനുള്ളത്, ഒരു ക്ലോഷർ പോലെ? ഇല്ല, വളരെ 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 സന്തോഷം. നമ്മുടെ ടൈം പോയതറിഞ്ഞില്ല. അത് തന്നെ എനിക്ക് പ്രേക്ഷകരോട് ഒന്ന് പറയാനുള്ളത്. അതാ പറഞ്ഞത്, എല്ലാ ആക്ടേഴ്സിനെയും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പത്തനംതിട്ട എല്ലാവരും കാണുക. ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ഇൻ്റർവ്യൂ എല്ലാവരും കാണുക. ഇൻ്റർവ്യൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. വരും ഇൻ്റർവ്യൂസും അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക.